ഹിന്ദുമത വിശ്വാസത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രധാനമായും കേരളത്തിലാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര പരമശിവന്റെ ജന്മനക്ഷത്രമായാണ് കണക്കാക്കപ്പെടുന്നത്. സ്ത്രീകൾ ഭക്തിയോടെയും ആചാരനിഷ്ഠയോടെയും ആഘോഷിക്കുന്ന വിശേഷ ദിനമാണിത്. ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് അനേകം ഐതിഹ്യങ്ങൾ പുരാണങ്ങളിൽ പറയപ്പെടുന്നു. പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായതും ധനുമാസത്തിലെ തിരുവാതിരയിലാണെന്നാണ് വിശ്വാസം. മഹാദേവൻ തപസ്സിലിരിക്കെ ശല്യമുണ്ടാക്കിയ കാമദേവനെ തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിച്ച ശേഷം അദ്ദേഹത്തെ തിരികെ ലഭിക്കാനായി ഭാര്യ രതിദേവി ഉപവാസം അനുഷ്ഠിച്ച ദിനവും തിരുവാതിരയാണെന്നൊരു ഐതിഹ്യവും നിലനിൽക്കുന്നു. ദീർഘമാംഗല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബ ഐശ്വര്യത്തിനുമായി സ്ത്രീകൾ ഈ ദിവസം തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നു. വ്രതങ്ങളിൽ ഏറ്റവും മഹത്തരവും ഫലദായകവുമായ വ്രതങ്ങളിൽ ഒന്നാണ് തിരുവാതിര വ്രതം കണക്കാക്കപ്പെടുന്നത്. ഈ വ്രതം എടുക്കുന്ന സുമംഗലികൾക്ക് ദീർഘമാംഗല്യവും സന്താനങ്ങൾക്ക് ഐശ്വര്യവും കന്യകമാർക്ക് ഉത്തമനായ വരനെയും ലഭിക്കുമെന്നാണ് വിശ്വാസം. തിരുവാതിര നക്ഷത്രത്തിന്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള സമയമാണ് വ്രതകാലമായി കണക്കാക്കുന്നത്. എന്നാൽ തിരുവാതിരയ്ക്ക് 10 ദിവസം മുൻപ് വ്രതം ആരംഭിക്കണമെന്ന വിശ്വാസവും നിലനിൽക്കുന്നു. ഈ ദിവസങ്ങളിൽ സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് തെളിയിച്ച് തിരുവാതിര കളികളിൽ പങ്കെടുക്കാറുണ്ട്. 9ാം ദിവസം മകീരം നാളിൽ പാതിരാത്രി വരെ വ്രതാനുഷ്ഠാനങ്ങൾ നീളും. 10ാം ദിവസമാണ് തിരുവാതിര. ഈ ദിവസം വ്രതം എടുക്കുന്ന സ്ത്രീകൾ ഉറക്കമൊഴിക്കണമെന്ന വിശ്വാസമുണ്ട്. അമ്പലമുറ്റത്തും വീടുകളുടെ മുറ്റത്തും സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂ ചൂടുകയും എട്ടങ്ങാടി വിഭവം കഴിക്കുകയും തുടിച്ചു കുളിക്കുകയും ചെയ്യുന്നു. തിരുവാതിര ദിവസം വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ് എന്നിവ ചേർത്ത് മുറുക്കുന്നത് പതിവാണ്. പാതിരാപ്പൂ ചൂടുന്നത് വരെ നാമജപത്തോടെ സമയം ചെലവഴിക്കണം. തുടർന്ന് പാതിരാപ്പൂ ചൂടി തിരുവാതിര കളിച്ച ശേഷം തുടിച്ചു കുളിക്കണം. കുളത്തിൽ മുങ്ങിക്കുളിക്കുന്നതാണ് ഈ ചടങ്ങിന്റെ പ്രത്യേകത. തിരുവാതിര വ്രതാചരണത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് കിഴങ്ങുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള ഭക്ഷണങ്ങളാണ്. പുരാതന കാലത്ത് ആ സമയത്ത് വിളവെടുക്കുന്ന വിളകൾ ഉപയോഗിച്ചായിരുന്നു വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നത്. തിരുവാതിര ദിനത്തിൽ കൂവക്കുറുക്ക് കഴിക്കുന്നത് ഒരു പ്രധാന ആചാരമാണ്. കൂവപ്പൊടി, ശർക്കര, തേങ്ങ എന്നിവ ചേർത്താണ് ഈ കുറുക്ക് തയ്യാറാക്കുന്നത്. തിരുവാതിര തീർന്ന ശേഷം അരിഭക്ഷണം കഴിച്ച് നോമ്പ് അവസാനിപ്പിക്കണം. കാച്ചിൽ, കൂർക്ക, ചേന, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, വെട്ടുചേമ്പ്, ചെറുചേമ്പ് തുടങ്ങിയ കിഴങ്ങുകൾ ചേർത്ത് തയ്യാറാക്കുന്ന തിരുവാതിര പുഴുക്ക് ആഘോഷത്തിലെ പ്രധാന വിഭവമാണ്. 7:30 വെളുപ്പിന് ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് വ്രതദിനം ആരംഭിക്കുന്നത്. വ്രതകാലത്ത് പ്രാതലും ഉച്ചഭക്ഷണവും കിഴങ്ങുവർഗ്ഗങ്ങൾ മാത്രമായിരിക്കും. അരി ആഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമാണ് ഉപയോഗിക്കുന്നത്. മകീരം നാളിലാണ് എട്ടങ്ങാടി തയ്യാറാക്കുന്നത്. കടല, ചെറുപയർ, തുവര, മുതിര, ഗോതമ്പ്, ചോളം, ഉഴുന്ന്, മമ്പയർ തുടങ്ങിയ ധാന്യങ്ങളും കിഴങ്ങ്, കപ്പക്കിഴങ്ങ്, ഏത്തക്കായ, ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ്, കൂർക്ക തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ധാന്യങ്ങൾ വേവിച്ചും കിഴങ്ങുകൾ ചുട്ടുമാണ് ഉപയോഗിക്കുന്നത്. ശർക്കര പാവുകാച്ചി അതിൽ കൊപ്ര, കരിമ്പ്, ഓറഞ്ച്, ചെറുനാരങ്ങ എന്നിവ ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നു. തുടർന്ന് എള്ള്, തേൻ, അല്പം നെയ്യ്, ചുട്ട ഏത്തപ്പഴം എന്നിവയും ചേർത്ത് വേവിച്ച ധാന്യങ്ങളും ചുട്ട കിഴങ്ങുകളും യോജിപ്പിച്ചാണ് എട്ടങ്ങാടി തയ്യാറാക്കുന്നത്. തിരുവാതിര നാളിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ദശപുഷ്പം ചൂടൽ. ഇത് പാതിരാപ്പൂ ചൂടൽ എന്ന പേരിലും അറിയപ്പെടുന്നു. ഉറക്കമൊഴിക്കുന്ന രാത്രിയിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഔഷധ ഗുണങ്ങളുള്ള 10 പൂക്കളായ കറുക, വിഷുക്രാന്തി, മുക്കുറ്റി, തിരുതാളി, പൂവാങ്കുരുനില, നിലപ്പന, വഴിയുഴിഞ്ഞ, മുയൽ ചെവിയൻ, ചെറുള, കയ്യുണ്യം എന്നിവ വേരോടെ പറിച്ച് കമുകിൻ പൂക്കുലയോടൊപ്പം തലയിൽ ചൂടുന്നതാണ് ആചാരം.